ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറേ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കണേ എല്ലാവരും. അപ്പോൾ രാവിലെ സുബഹി നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നതാട്ടോ. ഫ്രഷ് ആവലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുള്ള ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കലുണ്ട് കേട്ടോ. റഫീഖയ്ക്കുള്ള ചായയൊക്കെ കൊടുത്തു. ഇനി ഞാൻ കുറച്ച് വെള്ളം ഒക്കെ കുടിക്കുകയാണ്. അപ്പം നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഒരു പ്രോട്ടീൻ പൗഡർ, നട്ട്സ് എല്ലാം നമ്മൾ അതിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രോട്ടീൻ പൗഡർ, ജംഷി റെസിപ്പീസ് പ്രോട്ടീൻ പൗഡർ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. കാഷ്യൂനട്ടും അങ്ങനെ കുറച്ച് നട്ട്സൊക്കെ ചേർത്തിട്ട് ഒരു പൗഡർ റോസ്റ്റ് ചെയ്തിട്ട് ഒരു പൗഡറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ടീസ്പൂൺ രാവിലെ ഒരു വിശക്കുന്ന ടൈമിൽ ആ ഒരു ടൈമിലെടുത്ത് കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ശരീരത്തെ നല്ല എഫക്റ്റ് ചെയ്യുക. പിന്നെ ഇതില്ലേ, ഇത് കുറച്ച് എള്ളാണ് കേട്ടോ, കറുത്ത എള്ള്. അതിൽ കുറച്ച് അവിൽ, അതുപോലെ തന്നെ നട്ട്സ്, നമുക്ക് പീനട്ട്സോ അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സോ ഒക്കെ ഇട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ എള്ളും സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്യുക, അവലും സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ നട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ എള്ള് ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഈ പ്രഗ്നൻസിക്ക് വെയിറ്റ് ചെയ്യുന്നവരും അതിന് ട്രൈ ചെയ്യുന്നവരൊന്നും എള്ള് കഴിക്കണ്ട. അല്ലാത്തവർക്ക് ഇപ്പോൾ ആണുങ്ങൾക്കായാലും വളരെ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കായാലും അതുപോലെ തന്നെ നമ്മൾ അല്ലാത്ത സ്ത്രീകൾക്കായാലും ഭയങ്കര നല്ലതാണ്. നമുക്ക് ബ്ലഡ് ഒക്കെ ആവാനും അതുപോലെ തന്നെ ബ്ലഡ് നല്ല ക്ലിയർ ആവാനും ഒക്കെ നല്ലതാണ് കേട്ടോ. നല്ല ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്തു ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തു വെച്ചാൽ മതി. അപ്പോൾ ഞാനത് കാണുന്നിടത്ത് തന്നെ എടുത്തു വെച്ചത്. ഈ പ്രോട്ടീൻ പൗഡർ ആയാലും കാണുന്നിടത്ത് തന്നെ വെച്ചിട്ടുള്ളത്. കാണുമ്പോൾ നമുക്കത് കഴിക്കാനുള്ളത് പിന്നെ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് മറന്നു പോകും കേട്ടോ. അപ്പോൾ ഒരു 2 ആഴ്ച അതിൽ കൂടുതലൊന്നും നട്ട്സ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വെക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഒരു ജസ്റ്റ് ഒരു വലിയൊരു വിശപ്പൊക്കെ അങ്ങ് മാറും കേട്ടോ, വലിയൊരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ. പിന്നെ അതിന് ശേഷം ഞാൻ ഒരു ക്വിക്ക് ക്ലീനിങ് റുട്ടീന് എൻ്റെ രാവിലത്തെ എപ്പോഴത്തെയും പോലത്തെ ഒരു 10 മിനിറ്റ് ക്ലീനിങ് ആണ് കേട്ടോ. അതായത് ക്ലീനിങ് മീൻസ് അടുക്കി പെറുക്കി എല്ലാം ഒന്ന് ഒതുക്കി വെക്കുക. രാവിലെ എണീക്കുമ്പോൾ തന്നെ എണീറ്റ ഉടനെ തന്നെ ബെഡ് അങ്ങ് ക്ലിയർ ആക്കി വെക്കണം കേട്ടോ. ബെഡ് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണം. എന്നിട്ട് പിന്നെ അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ പറയുക, നമസ്കാരത്തിനും കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് പോകുന്നതായിരിക്കുമല്ലോ. അതുകൊണ്ട് ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ക്ലിയർ ആക്കി വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ബാക്കി ബെഡ് എന്തായാലും രാവിലെ എണീക്കുമ്പോൾ തന്നെ കഴിയുന്നതും മടക്കി വെക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം മൊത്തം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചു, ഒന്ന് അടിച്ചു വാരി. ഇന്നിപ്പോൾ അടിച്ചു വാരാൻ തന്നെ ഉള്ളൂ, തുടക്കാനല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഈ ക്ലീനിങ് കൂടെ അടിച്ചു വാരലും കൂടെ ചെയ്തു പോകുന്നത്. പിന്നെ അകത്തേക്കുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലോ, ക്ലീനായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ നമുക്കൊരു കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു മൈൻഡ് ഫ്രീ ആയിട്ട്, മൈൻഡ് റിലാക്സ് ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, വേറെയുള്ള പണികളെല്ലാം ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ സമയം ഒരു 6:15, 6:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു പ്രത്യേക ഉന്മേഷമായിരിക്കണം. നേരത്തെ എണീറ്റ് നമ്മളെ പണികളൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആയിരിക്കും, നമുക്കൊരു പ്രത്യേക എനർജി ഫീൽ ചെയ്യും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒന്നും കഴിക്കാതെ പണിയെടുക്കുക അതിലല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നമ്മളെ ഹെൽത്തും കൂടെ നോക്കിയിട്ട് നമ്മൾ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചിലരൊക്കെ പറയലുണ്ട് നേരത്തെ എണീക്കും, 4 മണിക്ക് 5 മണിക്കൊക്കെ എണീക്കും, 5:30 എണീക്കും, പക്ഷേ എണീറ്റിട്ട് പിന്നെയും കിടക്കുന്നു. അപ്പോൾ അത് നമ്മളെ മൈൻഡിൻ്റെയാണ് കേട്ടോ. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ അത് അങ്ങനെ നമ്മളെ മൈൻഡിനൊന്ന് സെറ്റാക്കി വെക്കണം കേട്ടോ. കിടക്കില്ല, എന്തെങ്കിലും ചെയ്യാനുണ്ട്, അതുപോലെ എൻ്റെ പണി വേഗം തീർത്തിട്ട് എനിക്ക് ഫ്രീ ടൈം കിട്ടില്ല, അത് നമ്മളെ മൈൻഡിനൊന്ന് സെറ്റാക്കി വെക്കുക. അപ്പോൾ നമുക്ക് താനേ ഒരു ഇൻട്രസ്റ്റ് വരും, ഉള്ളിൽ നിന്ന് തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് വരും കേട്ടോ, ഒരു എനർജി ഫീൽ ചെയ്യും. എന്നിട്ട് നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതൊരു 1 ആഴ്ച 2 ആഴ്ച ചെയ്താൽ തന്നെ പിന്നെ നമ്മളത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും കേട്ടോ. അതിൻ്റെ ആ ഒരു എന്താ പറയുക, നേരത്തെ പണികൾ എടുക്കുന്നതിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എന്തായാലും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും.
പിന്നെ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ജോലിക്ക് ഒക്കെ പോകുന്നവരാണെങ്കിൽ അവർക്ക് ഒരു 8 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് അവർക്ക് വീട്ടിൽ നിന്ന് എന്തായാലും ഇറങ്ങേണ്ടി വരും. അപ്പോൾ അവരെന്ത് ചെയ്യും, എത്ര വൈകിയെങ്കിലും എങ്ങനെ അവർക്ക് ഹസ്ബൻഡിനെ പറഞ്ഞയക്കേണ്ടി വരും, കുട്ടികളെ പറഞ്ഞയക്കേണ്ടി വരും, അവർക്ക് റെഡി ആവണം, വീട് അലക്കുക, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും, കുളിക്കുക എല്ലാം ആ ഒരു ടൈമിനുള്ളിൽ അവർ തീർക്കുന്നില്ലേ. അപ്പോൾ അതെങ്ങനെയാണ്, അപ്പോൾ അത് അവർക്കൊരു ലക്ഷ്യമുണ്ട്, അവർക്കൊരു എന്താ പറയുക, ഇന്ന സമയത്ത് ഇത്ര സമയത്തിനുള്ളിൽ ഈ പണി തീർക്കണം, ഇത്ര സമയത്തിനുള്ളിൽ ഈ പണി തീർക്കണം, കാരണം എനിക്ക് ജോലിക്ക് പോകണം. അപ്പോൾ നമ്മൾ അധികവും വീട്ടിലിരിക്കുന്നവരാണ് വൈകുന്നേരം വരെ ആക്കുക കേട്ടോ. അപ്പോൾ നമസ്കാരം എല്ലാം വൈകി വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഉച്ച വരെ അങ്ങനെയൊക്കെ കൊണ്ടെത്തിക്കുന്നവരുണ്ട്, ഒരു സ്പീഡ് കിട്ടാതെ എല്ലാ പണിയിലും തലയിട്ട് ഇങ്ങനെ പോകുന്നവർ, കറക്റ്റ് ആവാൻ പറ്റാതെ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ജോലിക്ക് പോകാനുണ്ട്, നമുക്ക് പുറത്ത് പോകാനുണ്ട്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാനുണ്ട്, നമ്മളും ജോലിക്ക് പോകുന്നതാണ് എന്നുള്ള ഒരു മൈൻഡ് വെച്ചിട്ട് ഒരു സമയം കണക്കാക്കുക. ഇപ്പോൾ ഒരു 9 മണിയാണെങ്കിലും ഇനിയിപ്പോൾ ഒരു 8 മണി അല്ലെങ്കിൽ 8 മണി, അത്ര നിങ്ങൾക്ക് നേരത്തെ പണികൾ തീർക്കണം എന്ന് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 8 മണിയൊക്കെ തന്നെ എല്ലാം തീർക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 8 മണി മൈൻഡിൽ വെക്കുക, അല്ലെങ്കിൽ ഒരു 9 മണി അല്ലെങ്കിൽ ഒരു 10 മണി, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫ്രീ ആവാൻ ഇഷ്ടമുള്ളൊരു സമയം മൈൻഡിൽ വെച്ചിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ പണികൾ തീർക്കുക കേട്ടോ. അപ്പോൾ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഇന്നതെല്ലാം ചെയ്യണം, കിച്ചണിലെല്ലാം ഇങ്ങനെ തീർക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ബാക്കി ക്ലീനിങ് കൂടെ തീർക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ മൈൻഡിലേക്കൊരു എന്താ പറയുക, ഒരു ടൈമിൻ്റെ ഒരു സംഭവം വരും. അപ്പോൾ നിങ്ങൾക്ക് വേഗം പണികൾ അവിടെ ഇവിടെ നിൽക്കാതെ, അതായത് ഒരു പണി കഴിഞ്ഞ് അവിടെ നിൽക്കാതെ, ഇനിയിപ്പോൾ അതല്ല ഒരു പണീൻ്റെ കൂടെ വേറൊരു പണി നമുക്ക് ചെയ്ത് ആ ടൈം അങ്ങ് ബാലൻസ് ചെയ്ത്, ജോലിക്ക് പോകുന്നവർ അങ്ങനെയാണ് ചെയ്യുക. അവർക്ക് നോക്കി നിൽക്കാൻ ടൈം ഉണ്ടാവില്ല, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്നാൽ എല്ലാം ചെയ്തിട്ട് പോകേണ്ടി വരും. അപ്പം അങ്ങനെ ഒന്ന് നമ്മൾ ചെയ്ത് നോക്കിയാലേ നമുക്ക് ഫ്രീ ടൈമൊക്കെ താനേ കിട്ടും കേട്ടോ. മാത്രമല്ല രാവിലെ നല്ല എനർജിയോട് കൂടിയിട്ട് സ്പീഡായിട്ട് നമ്മൾ പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിനുശേഷം നമുക്ക് റിലാക്സ് ചെയ്യാം, റെസ്റ്റ് എടുക്കുക, റിലാക്സ് ചെയ്യാൻ നമ്മളിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി അല്ല, ചിലർക്കുണ്ട് ഇങ്ങനെ ടൈം പോകുന്നത് ഇഷ്ടമല്ല, അപ്പോൾ അവർ വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഉച്ച വരെ ഇങ്ങനെ പണികളൊക്കെ ചെയ്ത് ഉച്ചക്ക് കുളിയൊക്കെ അങ്ങനെ ഇഷ്ടമുള്ളവർ അങ്ങനെ റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ, കാരണം അവർക്ക് ടൈം പോകണം, അവർക്ക് ടൈം പോവുക വേണ്ടേ, കാര്യം അവർക്ക് വേറൊന്നും ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ ഉച്ചവരെയൊക്കെ അങ്ങനെ പണിയെടുത്ത് പോയി കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മളിഷ്ടമാണ് കേട്ടോ. നമ്മൾ രാവിലെ കുളിക്കുന്നതും വൈകുന്നേരം കുളിക്കുന്നതും ഉച്ചക്ക് കുളിക്കുന്നതും ഹെൽത്തിൻ്റെ ഒരു കാര്യം അത് വേറെ ഉണ്ട്. പിന്നെ കുറേയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്യുക അല്ലേ. അപ്പോൾ എന്താണെങ്കിലും പണികളാണെങ്കിലും നമുക്ക് നേരത്തെ തീർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ തീർക്കാം. ഇനി അല്ല, ഇങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ടൈം പോകുന്നില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവരും ഉണ്ടാവും, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. അപ്പം ഞാനിതാ അതിൻ്റെ ഇടയിൽ എൻ്റെ ക്ലീനിങ് ഒക്കെ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലോഡ് തുണികൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതും കൂടെ ഒന്ന് ആറിടാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഇതെൻ്റെ വാഷ് ബേസിൻ്റെ അവിടെ ഈ ഒരു ബാമ്പൂ ടൈപ്പ് ഞാൻ ഈ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ, കുറേ നാളത് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിങ്ങനെ ഉണങ്ങി കരിഞ്ഞു പോയിട്ട്, അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കും അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് അതിൽ വേറൊരു പ്ലാന്റ് വെക്കണം എന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് അവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തപ്പോൾ അത് ഓർമ്മ വന്നതാണ് കേട്ടോ. അപ്പോൾ പുറത്തുള്ളൊരു ചെടിയിൽ നിന്ന് തന്നെ നമ്മളെ കയ്യിലുള്ള പ്ലാന്റിൽ നിന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് അകത്തേക്കൊക്കെ വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനത്തെ ഇതൊക്കെ ഒരുപാട് നാൾ നിൽക്കും, നമ്മളെ ഹെൽത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ പ്ലാന്റൊക്കെ. പിന്നെ ഇതിൻ്റെ യെല്ലോ കളർ എന്താണെന്ന് വെച്ചാൽ അത് ഗ്രീൻ കളറാണ് അധികം ഉണ്ടാവുക, യെല്ലോ കളർ നല്ല വെയിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. പുറത്ത് വെച്ചാൽ അതിന് യെല്ലോ കളർ വരും, എന്നാൽ തണലിലാണെങ്കിൽ അതിന് ഗ്രീൻ കളറായിട്ട് വരിക, അതാണ്. ഇനിയിപ്പോൾ ദാ ഞാൻ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്, കുറച്ച് പാലെടുത്തിട്ടുണ്ട്, നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഒരു കപ്പ് സേമിയ ഉണ്ട്. എന്താ പറയുക, നമ്മൾ റോസ്റ്റഡ് അല്ല കേട്ടോ, റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പാല് ഒരു 1/2 ലിറ്റർ പാല്, ഒരു പാക്കറ്റ് പാലും എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പാലൊക്കെ എടുക്കാം. അതുപോലെ തന്നെ ഏത് നെയ്യാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മൾ ഇൻഡസ് വാലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കേസരി ആട്ടം ഉണ്ടാക്കുമ്പോൾ റഫീഖ രാവിലെ തന്നെ പറയുന്നുണ്ട് കേസരി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ സേമിയ വെച്ചിട്ടും റവ വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ സേമിയ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഇതിലേക്കുള്ള പാല്, നെയ്യ് ഇതൊക്കെ നമ്മളിഷ്ടമാണ് കേട്ടോ. ഷുഗർ ഒക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. അതിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനനുസരിച്ച് നിങ്ങൾ പാലൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നല്ല അടികട്ടിയുള്ള പാൻ എടുക്കുക, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക, കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഇത് ഇൻഡസ് വാലിൻ്റെ പാനാണ്. ഇത് ആവശ്യമുള്ളവർ ഇൻഡസ് വാലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നെയ്യിൽ ഇട്ടിട്ട് നമ്മൾ സേമിയ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗോൾഡൻ കളറ്, കരിഞ്ഞു പോകരുത്, ഒരുപാട് കളറാവുകയും ചെയ്യരുത്. അപ്പോൾ നമ്മൾ കേസരീൻ്റെ കളറേ മാറിപ്പോവും. ഒരു ഗോൾഡൻ പെട്ടെന്നായി വരും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് കണ്ടോ റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഇത്ര മതി. പിന്നെ ആ പാനിൽ തന്നെ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്നത് റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അത്ര മതി, ഒരു ലൈറ്റ് ഗോൾഡനിലേക്ക് വന്നാൽ മതി കേട്ടോ, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ റോസ്റ്റ് ചെയ്ത സേമിയാണ് എടുക്കുന്നത് വെച്ചാലും നെയ്യിലിട്ടിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ നെയ്യിൻ്റെ ഫ്ലേവർ ആ ഒരു സേമിയയിലേക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് ഞാൻ പറഞ്ഞല്ലോ, മൊത്തത്തിൽ ഞാൻ 1/2 ലിറ്റർ ഒരു പാക്കറ്റ് പാല് മൊത്തം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി, ഒരു ഗ്ലാസ് പാല് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി, ബാക്കി പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് പാലിൻ്റെ ടേസ്റ്റ് കേസരിയിൽ നന്നായിട്ട് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നിങ്ങൾക്ക് നെയ്യില്ലേ, നെയ്യ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തില്ലേ, അത്രയും അല്ലാതെ ഒരു 1/2 കപ്പൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളിഷ്ടമാണ്. പാലും നെയ്യും ഒക്കെ ചേർത്ത് കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഈ പാല് തിളച്ച് വന്ന് ഈ സേമിയൊക്കെ ഒന്ന് കുക്കായി വരണം കേട്ടോ. സേമിയ ഇങ്ങനെ സോഫ്റ്റായി ഇങ്ങനെ വളഞ്ഞ് വരണം, അതാണ് സേമിയ കുക്കാകുന്നതിൻ്റെ അടയാളം. അപ്പോൾ ഇതാ എൻ്റെ സേമിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കിംഗ് കളറില്ലേ, യെല്ലോ കളർ, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് ചേർത്ത് കൊടുക്കാണ്ടിരുന്നാൽ മതി. ഇത് തിളച്ച് ചൂടായി വരുമ്പോൾ യെല്ലോ കളർ കിട്ടും കേട്ടോ. അതുകൊണ്ടോ ഇപ്പോൾ യെല്ലോ കളറായി വന്നില്ലേ. ഇനി മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഓവർ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നീടും കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ ഇതിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പാല് കുറച്ചോ ഒരു കുഴപ്പമില്ല, പാല് കുറച്ചാൽ വേറൊരു ടേസ്റ്റാണ്, നെയ്യ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഇതാ ഈ ഒരു ലൂസ് ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിത് ഓഫാക്കിയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സേമിയ കുക്കായിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം, ഇങ്ങനെ വടി പോലെ നിൽക്കരുത്. എന്നിട്ട് നെയ്യ് പുരട്ടിയിട്ടുള്ളൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ, എന്ത് പാത്രം, ഒരു ഗ്ലാസിൻ്റെ എന്താണെങ്കിലും കുഴപ്പമില്ല, അതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഈവൺ ആക്കിയിട്ട് ഇങ്ങനെ ലെവലാക്കി ഒന്ന് നീറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് റഫീക്ക് അതിൻ്റെ മുകളിലേക്ക് നട്ട്സ് ഇടണമെന്ന് പറഞ്ഞിട്ട് ഇതാ റഫീക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കലാപാത്രം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ കേസരി സെറ്റാണ്. ഇനി ഇതൊന്ന് തണുത്ത് തട്ടാൻ ഒരു 15 മിനിറ്റ്, മാക്സിമം ഒരു 15 മിനിറ്റ് കൊണ്ട് അത് തണുത്ത് നല്ല സെറ്റായിട്ട് ഇങ്ങനെ സൈഡ് ഇങ്ങനെ വിട്ട് വരുന്നതെന്നൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടർത്തി നോക്കിയാൽ അടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കി കൊടുത്തിട്ട് അത് പാത്രത്തിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് ഇഷ്ടമുള്ള രീതിയിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, പാല് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറക്ക്, ഇതിൻ്റെ പകുതി എടുത്താലും മതി കേട്ടോ. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നല്ല മധുരം കഴിക്കുന്നതാണെങ്കിൽ മധുരം കൂട്ടിയിടുക. അങ്ങനെയൊക്കെ നെയ്യും എത്ര ചേർക്കുന്നോ അത്രയും ഇതിലേക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുക. ഇത് ഈ സെയിം സംഭവം നിങ്ങൾക്ക് റവയില്ലേ, നമ്മളെ ഉപ്പുമാവെല്ലാം ഉണ്ടാക്കുന്ന റവ, അത് വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. എനിക്ക് സേമിയനേക്കാളും കൂടുതൽ ഇഷ്ടം റവ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തു, ഇനി കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നിനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കുന്നില്ല കേട്ടോ. ഞാൻ ആക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ഇതുണ്ടാക്കി ഇത് കുറച്ച് ഹെവിയാണ് നമ്മൾ കഴിക്കുന്ന സമയത്ത്. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടം തന്നെയാണ്. അപ്പോൾ നമ്മളിത് എനിക്കാണ് കുറച്ച് പുറകോട്ട്, മധുരം കുറച്ച് പുറകോട്ടേക്ക് എനിക്കാണ് കേട്ടോ. പക്ഷേ ഞാനും അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇന്ന് ഇതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത്. അടിപൊളി ടേസ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു പാലിൻ്റെയും നെയ്യിൻ്റെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് രാത്രിയിലാണ് കേട്ടോ. ഇത് വൈകുന്നേരം രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളൊന്നും കാണിക്കാതിരുന്നത്, റഫീഖാൻ്റെ ഫ്രണ്ട്സ് ഒരു 4-5 പേര് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഉച്ചക്ക് ലഞ്ച് പിന്നെ ആക്കാൻ നിന്നില്ല. നമുക്ക് കുറച്ച് ചപ്പാത്തിയും കുറച്ച് ചോറും എല്ലാം ഉണ്ടായി തലേ ദിവസത്തെ. അപ്പോൾ പിന്നെ അതൊക്കെ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ ചെയ്തത്. പിന്നെ ഉച്ചയ്ക്ക് പിന്നെ കുക്കിംഗ് ഒന്നും നടത്തിയില്ല. എന്തായാലും രാത്രി ഹെവി ഫുഡാണല്ലോ, ബിരിയാണി ഉണ്ടാക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ രാത്രി അങ്ങ് ലൈറ്റാക്കിയതാട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കട്ടെ. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞാൽ വരും, ഒരു ഇഷാ ബാങ്കൊക്കെ കൊടുത്തിട്ട് വരും, ഒരു 8 മണി 7:30 7:45 ആകുമ്പോഴത്തേക്കും വരും കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുമില്ല,
നമ്മുടെ ബിരിയാണിയിലേക്കുള്ള മസാലയ്ക്കുള്ള സംഭവങ്ങളൊക്കെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്ത് എല്ലാം കൂടെ ഇട്ടിട്ട് വിസിലടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മിക്സിങ്ങിൻ്റെ പണി മാത്രമേ ഉള്ളൂ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ ഒരു അടിപൊളി നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന നല്ലൊരു ദം ബിരിയാണി ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് വേണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ കമൻറ്റായിട്ടൊക്കെ കൊടുക്കുക. നിങ്ങൾ ആവശ്യമുള്ളവർ പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ പഴയ വ്യൂസൊക്കെ ഇത് ട്രൈ ചെയ്തിട്ടുള്ളവർ തന്നെയാണ്. ഇനി ഈ മിക്സിങ് മാത്രമേ ഉള്ളൂ, നമ്മൾ മസാല പെട്ടെന്ന് തന്നെ സെറ്റാവും. വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് ബിരിയാണി മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഉള്ളി ഒക്കെ വേവിച്ചത്. ഞാൻ റെസിപ്പി ഒന്നും പറയുന്നില്ല കേട്ടോ, കാര്യം ക്ലിയറായിട്ട് നമ്മൾ മുന്നേ കുറേ തവണ ചെയ്തിട്ടുള്ളതാണ്. റിപ്പീറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് റെസിപ്പി എടുക്കാതിരുന്നത്. ഒരു 5 മിനിറ്റ് തിളക്കുമ്പോഴത്തേക്കും നമ്മളെ മസാല സെറ്റായി കിട്ടും. അതിലേക്ക് ഇതാ ഒരു വിസിലടുപ്പിച്ചിട്ട് വെച്ചിട്ടുള്ള ചിക്കനില്ലേ, ചിക്കൻ ദം ബിരിയാണി കേട്ടോ ഉണ്ടാക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് മല്ലിയില കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ മസാല സെറ്റ് ഇതാ മസാല അടിപൊളിയായിട്ടുള്ള മസാല കിട്ടിയില്ല. ഒരു ഗ്രേവി ടൈപ്പ് മസാലയാട്ടോ നമ്മൾ ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബിരിയാണി പെർഫെക്റ്റ് ആയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ബിരിയാണി റെസിപ്പിയിൽ പറയുന്നുണ്ട്. വിളമ്പുന്ന രീതി വരെ പറയുന്നുണ്ട്. നമ്മൾ ബിരിയാണിയൊക്കെ നല്ല കറക്റ്റായിട്ട് വിളമ്പിയിട്ടില്ലെങ്കിൽ അത് മസാല കൂടിപ്പോയി, അല്ലെങ്കിൽ മസാല കുറഞ്ഞു പോയി, മസാല കുത്തു, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഉള്ള ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കണ്ടു നോക്കുക. നല്ലൊരു ബിരിയാണി നിങ്ങൾക്ക് പെർഫെക്റ്റ് ഒരു ബിരിയാണി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ റൈസും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ റൈസ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഒരു ചിക്കൻ സ്റ്റോക്കിലാട്ടോ ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബിരിയാണി മസാലയ്ക്ക് മാത്രമല്ല ആ റൈസിനും നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ടില്ലെങ്കിലും റൈസ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, റൈസും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ കുക്കറിൽ ഞാനിതാ കുറച്ച് ബീഫ് ഒന്ന് വരട്ടാനുണ്ടായിരുന്നു, അപ്പോൾ അതും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഒരു 2 കുക്കറിലായിട്ട് ഞാൻ റൈസ് ഉണ്ടാക്കിയെടുക്കലാണ്. 1.25 കിലോ കേട്ടോ വെക്കുന്നത്, 5 കപ്പ്. അപ്പോൾ ഞാൻ 3ഉം 2ഉം അങ്ങനെ കുക്കറിൽ ആക്കിയെടുക്കാട്ടോ ചെയ്തത്. ഇത് ഒരുമിച്ച് ഇവിടെ നിങ്ങൾക്ക് പോട്ടിൽ ചെയ്യാം, പക്ഷേ എനിക്കിഷ്ടം എപ്പോഴും കുക്കറിൽ വെച്ച റൈസാണ്. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പോട്ടിൽ തന്നെ വെച്ചാലും ഭയങ്കര ഈസിയാണ്. ഇനിയിപ്പോൾ ദം പ്രോസസ്സാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ദം ചെയ്യട്ടെ. അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് ഉള്ളി വറുത്ത് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. എന്നാൽ തന്നെ ഇത് ഭയങ്കര ടേസ്റ്റുള്ള ബിരിയാണി, കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തു, കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഒരുപാട് നമ്മൾ ബിരിയാണിയിൽ ആ മഞ്ഞ കളറൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഭയങ്കര കളറുള്ള ബിരിയാണി ആവരുത്. ദം ബിരിയാണി ആകുമ്പോൾ ഒരു ലൈറ്റ് കളർ, അത് നമുക്ക് കയറി വരുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ടുള്ള നല്ല ബിരിയാണി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫും റെഡി ആയി വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് ചട്ടിയിൽ എടുക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇതിൻ്റെ കൂടെ കറിവേപ്പിലേൻ്റെ മുമ്പ് നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് എൻ്റെ വീട്ടിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്, പക്ഷേ എനിക്ക് ആ ഒരു ചെറിയ ഉള്ളീൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടം. എനിക്ക് ബീഫ് ഒരു മടുപ്പ് പോലെ തോന്നും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. ഒന്നുകൂടെ ടേസ്റ്റിയാണ്, പക്ഷേ എനിക്കെന്തോ അങ്ങനെ ആ ഒരു സ്മെല്ല് എന്തോ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്ത. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ ബീഫും സെറ്റാണ്. അപ്പോൾ ബിരിയാണി വിളമ്പുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടെ റെഡിയാക്കാണ്ട് ഒരു സലാഡ് ഉണ്ടാക്കട്ടെ. അപ്പോൾ കുറച്ച് തൈര് എടുത്തിട്ട് അതിലേക്ക് കക്കരി, നമ്മളെ കുക്കുംബറില്ലേ, അത് മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു. കുറച്ച് മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു. പച്ചമുളക് കേട്ടോ, ഉപ്പും ഇത്രയും ഇട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു സലാഡിന്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ല, ഇത് മാത്രം സവാളയോ ക്യാരറ്റോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ബിരിയാണീൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു സലാഡ് വരുന്നത്. പിന്നെ നമ്മളെ വീഡിയോയിൽ കുറച്ച് പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേരൊന്നും ഞാൻ പറയാം. കോമളം, ഹസീന, സുൽത്താൻ ബത്തേരി, ചീരാൻ. അവരുടെ ഹസീന എന്ന് പറഞ്ഞൊരു മോള് അവർക്ക് ഉമ്മാക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അവർ വീഡിയോ ഉമ്മ ഡെയിലി കാണുന്നത്, അപ്പോൾ കാണുന്ന സമയത്ത് ജസ്റ്റ് സർപ്രൈസ് ആവുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പറഞ്ഞതാണ്. പിന്നെ ലാമിഷ നവാസ്, റൂബിയ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ബിഗ് ഹായ് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ എൻ്റെ അച്ചാർ ഇതാ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു ബോട്ടിൽ ഫുള്ളുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ആയിട്ട് ഒരു 1/4 ബോട്ടിലേ ഉള്ളൂ. അതിപ്പോൾ അതിനേക്കാളും തീർന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ. ഇത് ഞാൻ റെസിപ്പി ചെയ്തിട്ടുണ്ട്, ഗ്രീൻ മസാലയൊക്കെ ഇട്ടിട്ടുള്ള മാങ്ങ അച്ചാർ. ആ ഒരു അച്ചാർ നമുക്ക് നെല്ലിക്ക വെച്ചിട്ടും ഒക്കെ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. അത് ഞാൻ ഒരിക്കൽ കാണിക്കാം കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ് അങ്ങനെ നെല്ലിക്ക നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞാൽ.
അപ്പോൾ ഇനി കുറച്ച് ഫ്രൂട്ട്സും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പോൾ അവർ വന്നിട്ടുണ്ട് കേട്ടോ. അവർ വന്നു, കാപ്പിയൊക്കെ കൊടുത്തിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ബിരിയാണി വിളമ്പുക, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്കിങ്ങനെ ആളുകൾ വരുമ്പോൾ ഫുഡ് വെറൈറ്റി ഫുഡ് കേട്ടോ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ വെറൈറ്റി ആണെങ്കിലും അല്ലെങ്കിലും എന്താണെങ്കിലും ഫുഡ് ഉണ്ടാക്കാനും അത് കൊടുക്കാനും, അപ്പോൾ അവർ കഴിച്ചിട്ട് നമ്മളോട് പറയൂലേ നല്ലതാ അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഇപ്പോൾ നമ്മൾ ഹസ്ബൻഡായാലും അല്ലെങ്കിൽ വീട്ടിലുള്ള ആരാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു റിസ്ക് എടുത്തിട്ട് ഇനിയിപ്പോൾ ഒരു സദ്യ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ഹെവി റെസിപ്പി, ഇനി ഒരു ചെറിയ റെസിപ്പി ആണെങ്കിൽ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുന്ന സമയത്ത് അവർ പറയുന്ന വാക്കുകളുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതുവരെയും നമ്മൾ ചെയ്ത ഒരു റിസ്ക് ഉണ്ടല്ലോ, നമ്മൾ പണികളും ഒക്കെ എടുത്ത് ടയേർഡാണെങ്കിൽ കൂടിയിട്ട് അതൊക്കെ ഇല്ലാണ്ടാവും കേട്ടോ. നെക്സ്റ്റ് ടൈം നമുക്ക് ഒന്നുകൂടെ ഉഷാറാക്കി ചെയ്യാനുള്ള എനർജി നമുക്ക് അവരുടെ വാക്കിൽ നിന്ന് കിട്ടൂലേ. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുമ്പോൾ അത് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയാം കേട്ടോ. മോശമാണെങ്കിൽ ഒന്നും പറയണ്ട. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ അവരോട് തന്നെ പറയണം കേട്ടോ. ഞാൻ ശരിക്കും ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിലേ, നല്ല ഫുഡ് കഴിച്ചാൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ പാചകം പഠിച്ചത് അങ്ങനെ തന്നെയാണ്. എവിടുന്ന് നല്ല ഫുഡ് കഴിച്ചാലും അവരോട് പറയും, പിന്നെ അവരോട് ചോദിക്കുകയും ചെയ്യും എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിക്കും. അങ്ങനെ പറഞ്ഞു തരും ചെയ്യും കേട്ടോ. എല്ലാവരും പറഞ്ഞു തരലുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കുന്ന ആ സമയത്ത് നമുക്കൊരു ഉണ്ടാക്കാൻ വിചാരിച്ചൊരു സമയം ഉണ്ടാവില്ല. ആ ഒരു സമയത്ത് നമ്മൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അതുപോലെ ഉണ്ടാക്കിയിട്ട് സക്സസ് ആവാനുണ്ട്. ഇല്ലെങ്കിൽ അവരോട് വീണ്ടും ചോദിക്കും. അങ്ങനെ നമ്മൾ ചിലർ ചോദിക്കൂല, എന്തോ നാണക്കേട് അവരെന്താ വിചാരിക്കുക അല്ലെങ്കിൽ നമ്മളെപ്പറ്റി എന്താ വിചാരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെയല്ല, അങ്ങനെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ചെറിയ കുട്ടിയാണെങ്കിൽ കൂടിയിട്ടൊരു കാര്യം നമുക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അത് നല്ലതാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം കേട്ടോ. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. ഇപ്പോൾ നമുക്ക് പുതിയ റെസിപ്പി കിട്ടുക ചെയ്യുന്നത് അവർ പറഞ്ഞ് തന്നതുകൊണ്ട് തന്നെ പുതിയ റെസിപ്പി. എൻ്റെ എല്ലാ റെസിപ്പിയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ഹോട്ടലിൽ നിന്നായാലും എനിക്ക് പറ്റുകയാണെങ്കിൽ അവരോട് ചോദിക്കും. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റാത്തതുണ്ടാവുമല്ലോ, അവിടുന്ന് ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല നമുക്ക് റെസിപ്പി പറഞ്ഞു തരാൻ, നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ ആ ടേസ്റ്റ് നമ്മളെ വായിലുണ്ടല്ലോ, അത് വെച്ച് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആ ഒരു ടേസ്റ്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് പറഞ്ഞു തരുന്നവരാണെങ്കിൽ നമുക്ക് അവരോട് തന്നെ ചോദിക്കാമല്ലോ. അങ്ങനെ അത് നമ്മളെ പാചകത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചോദിച്ചറിഞ്ഞാൽ തന്നെയാണ് നമുക്കൊരു കാര്യത്തിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിച്ചു, അവരൊക്കെ പോയി. കുറേ സമയം ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ പോയി. വാവ കിടന്നു. ഇപ്പോൾ 10 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വേഗം ക്ലീനിങ് ഒക്കെ ചെയ്യുകയാണ്. ഇപ്പോൾ പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ട്, അപ്പോൾ അതൊക്കെ പാത്രമൊക്കെ കഴുകി വെച്ചു. ഇനിയിപ്പോൾ അതാ കിച്ചണും കൂടെ ഇവിടെ ടേബിളും കാര്യങ്ങളൊക്കെ തുടച്ചിട്ടുണ്ട് കേട്ടോ, ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി കിച്ചണും കൂടെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാൽ നമ്മളെ ക്ലീനിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞ് ഇനി രാവിലെ ആട്ടോ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുക. അതിൽ നിന്ന് വെള്ളമൊക്കെ വാർന്ന് ഉണങ്ങിയതിന് ശേഷം ആണ് നമ്മൾ കബോർഡിലേക്കൊക്കെ എടുത്ത് മാറ്റുള്ളൂ. അപ്പോൾ നല്ല ഗ്ലാസിൻ്റെ പാത്രങ്ങൾ വെച്ചിട്ട് നല്ല വെയിറ്റ് കിട്ടാം. അപ്പോൾ റഫീക്ക് അപ്പുറത്തേക്ക് കൊണ്ടുവച്ചതാണ്. ഇനിയിപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളെ ക്ലീനിങ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങളും പറഞ്ഞു തരിക, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ഞാനും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ടൈമുള്ള സമയത്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റായിട്ട് എഴുതി അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. ഞാൻ എല്ലാവരുടെ കമൻറ്റും റീഡ് ചെയ്യാറുണ്ട്, എല്ലാവരുടെ കമൻറ്റും അധികവും റിപ്ലൈ തരാറുണ്ട്. കഴിഞ്ഞ വീഡിയോക്ക് ഞാൻ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് റിപ്ലൈ തന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതിനും കൂടെ റിപ്ലൈ തരും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.